ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത്. അതിന് താങ്ക് യു എവരിവൺ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം കാണിക്കുന്നത് ആ മാറ്റാണ്. താഴെ കണ്ടോ? മാറ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മാറ്റ് വാങ്ങിക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ കുഞ്ഞു മാറ്റേ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വലിയ റിവ്യൂ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ. വന്നപ്പോൾ വളരെ നല്ല മാറ്റായിരുന്നു. നല്ല രസമാണ് ഇതിനകത്ത് ചവിട്ടി ഇങ്ങനെ നടക്കാനൊക്കെ. നല്ല സോഫ്റ്റാണ്. നല്ല കട്ടിക്ക് ത്രെഡ് വന്നിട്ടുണ്ട്, കണ്ടോ? അതുകൊണ്ട് തന്നെ ബാക്ക് ഭാഗം വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇനി എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. മാറ്റ് പല കളറിൽ അവൈലബിൾ ആണ്. ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ഗോൾഡ് കളറാണ്. ഏകദേശം 2500 ഇതിൻ്റെ വില വരുന്നത്. അടുത്ത പ്രോഡക്റ്റ് വാക്വം ക്ലീനറാണ്. അഗാരോയുടെ 2-in-1 വാക്വം ക്ലീനർ. ഇത് വാങ്ങാൻ പ്രധാന കാരണം മാറ്റാണ്. കാരണം മാറ്റിനകത്ത് പൊടിയായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒന്നും കഴുകാൻ പറ്റത്തില്ലല്ലോ. ഇത്രയും വലിയ മാറ്റാകുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാക്വം ക്ലീനർ വാങ്ങിച്ചത്. നമുക്ക് തന്നെ നമ്മുടെ സെറ്റിയും ബെഡും ഒക്കെ വൃത്തിയാക്കാൻ വളരെ യൂസ്ഫുൾ ആണ് വാക്വം ക്ലീനർ. കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു കാണും. ആ വാക്വം ക്ലീനർ എന്ന് പറയുമ്പോൾ വയർലെസ് അല്ല, വയറുള്ളതാണ്. 5 മീറ്ററാണ് ലെങ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് കുത്തിയിട്ടുകൊണ്ട് തന്നെ ഉപയോഗിക്കാം. കുത്തിയിട്ടുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ കണ്ടിന്യൂസ് ഉപയോഗിക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് 2-3 അറ്റാച്ച്മെൻറ്റ്സ് വരുന്നുണ്ട്. ഓരോന്നിനും ഓരോ യൂസാണ് വരുന്നത്. ഈ കാണിക്കുന്നത് വലുത്, ഏറ്റവും വലുത്. ഇത് നമുക്ക് തറയൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല. ബാക്കി 2 ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം മാറ്റും സെറ്റിയും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് വീല് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസിലി യൂസ് ചെയ്യാം. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ളത്, ആ ചുമന്ന ബട്ടണിനകത്ത് ഞെക്കി കഴിഞ്ഞാൽ നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് ഞെക്കി പിടിച്ചുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് നമ്മളതിനെ കൈ വിട്ടാതെ അവിടെ ലോക്ക് ആയിക്കോളും. ഊരിയൊന്നും വരത്തില്ല. ഇതിനകത്ത് പല അറ്റാച്ച്മെൻറ്റ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഓരോന്നും എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ ഒരു ഫുൾ ഇത് വരുന്നത് ഇങ്ങനെയാണ്. സെറ്റൊക്കെ ചെയ്ത് കഴിയുമ്പം ഇതിനകത്തിപ്പോൾ ഞാനൊരു ബ്രഷ് ടൈപ്പാണ് ഇട്ടേക്കുന്നത്. അതാണ് നമുക്ക് ഈ മാറ്റൊക്കെ വൃത്തിയാക്കാനും സെറ്റിയുടെ മുകൾഭാഗം വൃത്തിയാക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മേൽഭാഗമൊക്കെ വൃത്തിയാക്കുന്നത്. വൃത്തിരിക്കുന്നതൊക്കെ അറ്റാച്ച്മെൻറ്റ് ഉപയോഗിച്ചാണ് ഈ സെറ്റിയുടെ ഇടഭാഗമൊക്കെ വൃത്തിയാക്കുന്നത്. ഇത് നമുക്ക് ഈസിലി ഇതേപോലൊക്കെ റിമൂവ് ചെയ്യാം. ഇതിനകത്ത് എന്തോരം പൊടി വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും പൊടിയാണ് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ പൊടി വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് സ്റ്റിക്കാണ്. ഈ സ്റ്റിക്ക് നമുക്ക് ഇതിൻ്റെ ലെങ്ത് കൂട്ടാൻ ഉപയോഗിക്കാം. ഇപ്പം തറയൊക്കെ തൂക്കുമ്പോൾ തന്നെ നമ്മൾ കുനിഞ്ഞ് കിടന്ന് തൂക്കിയൊന്നും വേണ്ട. ഈ സ്റ്റിക്ക് നമുക്ക് ഇതിനോടൊക്കെ ഈസിലി അറ്റാച്ച് ചെയ്യാൻ പറ്റും. പുറകിലൊരു ക്ലിപ്പ് പോലെ ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ വൃത്തിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. ഇതിന് ഏകദേശം 2200 വിലയായത്. അടുത്തത് വരുന്നത് പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡർ ആണ്. 5 ജാറാണ് ഇതിനകത്ത് വരുന്നത് പ്രധാനമായിട്ടും. നോർമലി നമ്മൾ കാണുന്നതൊക്കെയുള്ള 3 ജാറും ഒരു ഫുഡ് പ്രോസസ്സറും ഒരു ജ്യൂസറുമാണ് വരുന്നത്. പിന്നെ ഈ ഒരു സംഭവം അതിനകത്ത് എക്സ്ട്രാ ഉണ്ടായിരുന്നതാണ്. ഇത് വരുന്നത് ഫുഡ് പ്രോസസ്സറാണ്. ഈ ബ്ലേഡ് വരുന്നത് ചപ്പാത്തി കുഴയ്ക്കാനുള്ള ബ്ലേഡാണ്. ഇതിൽ തന്നെയാണ് പച്ചക്കറി അരിയാനുള്ളതും വരുന്നത്. ബ്ലേഡ് മാറ്റിയിട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിനകത്ത് കണ്ടോ, വാട്ടർ ഫോർ 1 കപ്പ് ഫ്ലോർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ വരുന്ന ബ്ലേഡ് എന്തിനുള്ളതാണെന്ന് അറിയത്തില്ല. നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ് എല്ലാം ഇതിനകത്തുള്ളത്. പിന്നെ ഇത് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. ഇത് മറ്റേ ഓറഞ്ചൊക്കെ പിഴിയുന്ന സംഭവം തോന്നുന്നു. ഇത് പിന്നെ സ്ലൈസ് ആക്കുന്ന ബ്ലേഡ്, മറ്റേ അല്ലാതെ നമ്മൾ തോരനൊക്കെ അരിയുന്ന ഉണക്കത്തെ ബ്ലേഡ്. ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് അറ്റാച്ച് ചെയ്ത് കാണിക്കാൻ നോക്കിയിട്ട് എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല. ഭയങ്കര പാടാണ്. എനിക്ക് ഇക്കാണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് തരുന്നത്. അടുത്തത് വരുന്നത് ജ്യൂസറാണ്. ജ്യൂസർ നമുക്ക് ഇങ്ങനെ ഇളക്കി മാറ്റിയിട്ട് വൃത്തിയാക്കാനൊക്കെ എളുപ്പമാണ്. ഈ ജ്യൂസ് വരുന്ന ഭാഗത്ത് ഇങ്ങനൊരു കുഴലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ലായിരുന്നു. ഇന്ന് ഈ പറക്കി ഒതുക്കിയപ്പോഴാണ് ഈ കുഴൽ കണ്ടു കിട്ടിയത്. അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ സംഭവം വെച്ചിട്ട് അടച്ചു വെക്കാം. ഇതിന് ഏകദേശം 9000 വില വരുന്നത്. പച്ചക്കറി ക്യൂബ്സ് ആയിട്ട് അരിയാൻ പറ്റുന്നതൊക്കെയുണ്ട്. അതിന് കുറച്ചുകൂടെ വിലയാവും. അടുത്തത് വരുന്നത് കുക്കറാണ്. 2 ലിറ്ററിൻ്റെയും 3 ലിറ്ററിൻ്റെയും കോംബോ ആയിട്ടാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ. രണ്ടിനും കൂടെ ഒരു ലിഡാണ് വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഈ കോംബോ കുക്കറിന് ഏകദേശം 1500 വില വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയ്ക്കകത്ത് 2-3 പേര് കമൻറ്റ് ചെയ്തു പുളി പ്ലാസ്റ്റിക്കിൽ വെക്കരുതെന്ന്. അപ്പോൾ ഞാൻ വടക്കം പുളിയായിരുന്നു പ്ലാസ്റ്റിക്കിൽ ഇട്ടിരുന്നത്. അത് ഞാൻ ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ.